നേപ്പാളിലെ ഭോട്ടെക്കോശി നദിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം ആശങ്ക ഉയർത്തുന്നു. 300ഓളം ഇന്ത്യക്കാർ നേപ്പാളിൽ കുടുങ്ങി. ഇതിൽ 53 പേർ മലയാളികളാണ്. ഇതിൽ 3 പേർ തൃശൂർ സ്വദേശികളാണ്. വേലൂർ സ്വദേശിയും വ്ളോഗറുമായ ആൽബിൻ തോമസ്, വേലൂർ സ്വദേശി ഗ്ലാഡ്വിൻ, കൊരട്ടി സ്വദേശി സാൾമൺ എന്നിവരാണ് നേപ്പാളിലുള്ളത്. മൂവരും സുരക്ഷിതരാണെന്ന് ആൽബിൻ തോമസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മിന്നൽ പ്രളയമുണ്ടായത്. തിബറ്റൻ ഭാഗത്തുനിന്ന് വലിയ തോതിൽ വെള്ളം എത്തിയതിനെ തുടർന്ന് ഭോട്ടെക്കോശിയിലും തുടർന്ന് തൃശൂലി നദിയിലും ജലനിരപ്പ് പെട്ടെന്നുയർന്നു. റസൂവ, നുവാക്കോട്ട്, ദാദിങ്, ചിത്വാൻ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് നേപ്പാൾ അധികൃതർ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂലി നദി പിന്നീട് നാരായണി നദീതടത്തിലേക്ക് ചേരുന്നതിനാൽ താഴേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചാൽ ഇന്ത്യയിലെ ബീഹാർ ഉൾപ്പെടെയുള്ള ഗംഗാ നദീതട പ്രദേശങ്ങളിലും ജലനിരപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ വെള്ളപ്പൊക്കത്തിന്റെ നേരിട്ടുള്ള ആഘാതം ഇന്ത്യയിൽ എത്തിയതായി നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ബീഹാറിൽ ഇതിനോടകം തന്നെ ഗംഗ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതിനാൽ അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. 36 മലയാളികളാണ്. അതില് ഞങ്ങൾ രണ്ടുപേരും വന്ന് ട്രാവൽ ബ്ലോഗിന് ഭാഗമായിട്ട് ഞങ്ങൾ കഠ്മണ്ഡുവിൽ സ്റ്റേഡിസ് ഉണ്ടായിരുന്നേ. പിന്നെ ഇപ്പോൾ പൊക്കടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടായിരുന്നു വീടുകൾ തകർന്നുകൊണ്ടും അതുപോലെ മരങ്ങൾ ഒടിഞ്ഞു വീഴുക, അങ്ങനെ വലിയൊരു ഇതായിരുന്നു ഞങ്ങൾ നേരിട്ട് കണ്ടത്. അതിന്റെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം ഞങ്ങൾക്ക് പേടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സ്വാഭാവികമാണല്ലോ.